Meet the editors. രാഹുൽ അമേഠി വിടുന്നു എന്നതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ. രാഹുൽ അമേഠി വിടുന്നു എന്നതിനപ്പുറം രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൻ്റെ കാരണം ഈ രണ്ടു പേരും മത്സരത്തിനിറങ്ങുന്നത് ഇനി നടക്കാനിരിക്കുന്ന 5 ഘട്ടങ്ങളിലെ വോട്ടെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്തും രാജ്യത്തെമ്പാടും. അത് ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഉത്തർപ്രദേശിൽ നിശ്ചയമായും അതൊരു തരംഗത്തെ തന്നെ സൃഷ്ടിക്കും. നമുക്കറിയാമല്ലോ, ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് 80 സീറ്റുകളുള്ളൊരു സംസ്ഥാനമാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ് വളരെ നിർണായകമാണ്. 2014 ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം സമ്മാനിക്കുന്നതിൽ ഉത്തർപ്രദേശ് നൽകിയ സംഭാവന ഒട്ടും തന്നെ ചെറുതല്ല. 80 സീറ്റുകളിൽ 71 സീറ്റുകളും 2014 നേടിയാണ് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കരസ്ഥമാക്കിയത് പാർലമെൻറ്റിൽ. അപ്പോൾ അതുമാത്രമല്ല, ഉത്തർപ്രദേശിൽ ആര് നേട്ടം കൊയ്യുന്നോ അവർ രാജ്യം ഭരിക്കുമെന്നൊരു ചൊല്ലു തന്നെയുണ്ട്. സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശിൻ്റെ ആ ഒരു വലിപ്പവും 80 സീറ്റുകളുടെ ഒരു ആധിക്യവും ഒക്കെ തന്നെയാണ് അവരെ ഒരു നിർണായകമായ സംസ്ഥാനമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ് വളരെയധികം നിർണായകമാണ്. ഞാൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 51% വോട്ടാണ് BJP അന്ന് കരസ്ഥമാക്കിയത്. അപ്പോഴും അവർക്ക് അവിടെ സീറ്റ് കുറയുകയാണ് ചെയ്തത്. 2014 അപേക്ഷിച്ച് 62 സീറ്റിലേക്ക് അവർ കുറയുകയാണ്. ഏതാണ്ട് 8 സീറ്റുകളുടെ 9 സീറ്റുകളുടെ കുറവ് അവിടെ ഉണ്ടായി. 2022 ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് പെർസെൻറ്റേജ് BJPക്ക് ഉയർത്താൻ കഴിഞ്ഞെങ്കിലും സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. 2017 വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ 312 സീറ്റുകളാണ്. 403 അംഗ നിയമസഭയിൽ 312 സീറ്റുകൾ നേടിയാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി ഉത്തർപ്രദേശിൻ്റെ ചുമതലയേൽക്കുന്നത്. എന്നാൽ 2022 വരുമ്പോൾ ആ 312 സീറ്റ് എന്നുള്ളത് 255 സീറ്റുകളായി കുറഞ്ഞു. 57 സീറ്റുകളുടെ കുറവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതായത് 2 വർഷം മുമ്പ് നടന്ന ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായത് 57 സീറ്റുകളുടെ നഷ്ടമാണ്. അത് മാത്രവുമല്ല, അവിടെ 2017 കേവലം 47 സീറ്റ് മാത്രമായിരുന്ന സമാജ്വാദി പാർട്ടി അവരുടെ സീറ്റ് എത്രയായിട്ടാണ് ഉയർത്തിയെന്നറിയാം? 111 സീറ്റായിട്ട് ഉയർത്തി. അപ്പോൾ 2022 വരുമ്പോൾ 2014 നിന്ന് 8 വർഷം പിന്നിടുമ്പോൾ ഉത്തർപ്രദേശ് മറ്റൊരു രാഷ്ട്രീയ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് എന്ന് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രവുമല്ല, 32% വോട്ടാണ് സമാജ്വാദി പാർട്ടി അവിടെ നേടിയിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 1 സീറ്റാണ് കേട്ടോ BSPക്ക് കിട്ടിയത്. 2 സീറ്റ് കോൺഗ്രസിനുണ്ട്. BSPയോ അല്ലെങ്കിൽ കോൺഗ്രസോ നന്നായി പെർഫോം ചെയ്യാത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2022 നടന്നത് എന്ന് നമുക്ക് പറയാം. എങ്കിൽ കൂടിയും സമാജ്വാദി പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ വെല്ലുവിളിയായി 2022 ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴും അതിശക്തമായ മുന്നേറ്റം തന്നെയാണ് സമാജ്വാദി പാർട്ടി അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അവിടെ ഇനിയിപ്പോൾ വേണ്ടത് കോൺഗ്രസ് കൂടുതൽ ഊർജ്ജസ്വലമാവുക എന്നുള്ളതാണ്. ഇപ്പം രാഹുൽ ഗാന്ധി അമേഠിയിൽ ജയിക്കുമോ തോൽക്കുമോ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ ജയിക്കുമോ തോൽക്കുമോ എന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സര രംഗത്ത് വരുന്നത് വഴി കോൺഗ്രസ് മിഷണറി ചലിക്കുന്നൊരു രീതിയുണ്ട്. അത് മാത്രവുമല്ല, അത് ആ സംസ്ഥാനത്തുടനീളം ഒരു തരംഗമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏകപക്ഷീയമല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ തന്നെ BJPക്കുള്ളിലും അതുപോലെ തന്നെ BJPയെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ജാതി വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഒരു ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്ക ഗാന്ധിയെ പോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങൾ തന്നെയാണ് അവർ ഒരു കുടുംബമാണെന്നും അല്ലെങ്കിൽ കുടുംബാധിപത്യമാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നൊരു കുടുംബവുമല്ല യഥാർത്ഥത്തിൽ അത്. കാരണം വെച്ചാൽ 2 പേർ രക്തസാക്ഷികളായ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും രക്തസാക്ഷികളായ ഒരു കുടുംബത്തിൻ്റെ പിന്തുണച്ചക്കാരാണ് അവരെന്ന് മാത്രവുമല്ല, ഇന്ത്യ എന്തായിരിക്കണം, ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്ന് ഏറ്റവും നന്നായി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഭരണാധികാരി, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന് നാം ഇപ്പോഴും കരുതുകയും ഇന്ത്യയെ നന്നായി നിർവഹിച്ചിട്ടുള്ള ഭരണാധികാരി എന്ന് ഇപ്പോഴും നാം മനസ്സിലാക്കുകയും ചെയ്യുന്ന നെഹ്റുവിൻ്റെ പിന്തുണച്ചക്കാരാണ്. ഞാനൊരു കാര്യം ലളിതമായി പറയാം. അയോധ്യയിലെ രാമക്ഷേത്രത്തേക്കാൾ പുരോഗമനപരമാണ്
ഈ പറയുന്ന അലഹബാദിലെ ആനന്ദഭവനം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അയോധ്യയിലെ രാമക്ഷേത്രം ഈ രാജ്യത്ത് എത്രത്തോളം പിന്തിരിപ്പനായ ആശയങ്ങൾക്ക് പിന്നെ പ്രചോദനമായിരിക്കുന്നു, അല്ലെങ്കിൽ ആ പിന്തിരിപ്പനായ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ എത്രത്തോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് അലഹബാദിൽ നെഹ്റുവൊക്കെ ജനിച്ച ആനന്ദഭവനം എന്ന് പറയുന്നത്. ആ ആനന്ദഭവനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങളുടെ ഒരു സിമ്പൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്കൊക്കെ ഇന്ത്യക്ക് ഒരുപാട് കടപ്പാടുകളുള്ള നേതൃത്വ നിര തന്നെയാണ് അവർ. അപ്പോൾ ആ നേതൃത്വ നിരയിൽപ്പെട്ട രണ്ടാളുകൾ ഒരു കുടുംബത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, കുടുംബത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വം ഈ പറയുന്ന ഉത്തർപ്രദേശിൽ മാത്രമായിരിക്കില്ല, അടുത്ത 5 ഘട്ട വോട്ടെടുപ്പുകളിൽ രാജ്യത്തെമ്പാടും ഒരു തരംഗം തന്നെ ഉണ്ടാക്കും. ആ തരംഗം എന്ന് പറയുന്നത് പ്രതിപക്ഷം അവരുടെ ഏറ്റവും മുൻനിര നേതാക്കളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട്, അവരുടെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഈ ഹിന്ദുത്വ ആശയത്തെ എതിർക്കുവാനും പ്രതിരോധിക്കുവാനും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അവർ ഈ മത്സരത്തിൽ മത്സരത്തെ ഏറ്റവും തീക്ഷ്ണമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അവർ ഈ മത്സരത്തെ ഏറ്റവും ഗൗരവത്തോടെ കാണുന്നു, ഈ മത്സരത്തെ ഏറ്റവും നിർണായകമായി കാണുന്നു എന്നൊരു സന്ദേശം വോട്ടർമാർക്ക് നൽകാൻ തീർച്ചയായും കഴിയും. അല്ലാതെ ഈ പറയുന്ന അമേഠിയിൽ മത്സരിക്കാതിരിക്കുക, റായ്ബറേലിയിൽ മത്സരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ അമിത്ഷായൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയമാണ് എന്നാണ്, അപ്പോൾ പേടിച്ചോടുകയാണ് എന്നാണ്. മത്സരത്തിൽ വിജയവും പരാജയമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ പരാജയപ്പെട്ടില്ലേ, വയനാട്ടിൽ വിജയം കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരിക്കുന്നത് കൊണ്ട് തന്നെ മത്സര രംഗത്തുണ്ടാകുക, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞവസാനിപ്പിക്കുന്നു, രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഇപ്പോൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും രാജ്യത്തുടനീളം ഉണ്ടായിരിക്കുന്ന ഒരു ഒരു മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി, ആ ശക്തി നിശ്ചയമായും ഈ 2 സ്ഥാനാർത്ഥിത്വങ്ങൾ വഴി ലഭ്യമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരരംഗത്ത് വരട്ടെ. അത് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലും ഇനി നടക്കാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അതിൻ്റേതായ ഗുണം സൃഷ്ടിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. രാഹുൽ അമേഠി വിടുന്നു എന്ന ചോദ്യത്തിന് രാഹുൽ അമേഠി വിടരുത് എന്ന അഭിപ്രായമുണ്ടെങ്കിലും വിടാനാണ് സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ തന്നെയാണ്. പക്ഷേ ജയറാം രമേശ് പറഞ്ഞത് ആരും പേടിച്ചു പിന്മാറില്ല, ഒളിച്ചോടില്ല, 24 മണിക്കൂറിനുള്ളിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ്. 24 മണിക്കൂറിനുള്ളിൽ തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. കാരണം 3-ാം തീയതിയാണ് പത്രിക സമർപ്പിക്കേണ്ടത്. ഈ 2 ദിവസത്തെ രാഹുലിൻ്റെ പരിപാടികൾ ഒന്ന് കർണാടകയിലും ഒന്ന് മഹാരാഷ്ട്രയിലുമാണ്. അതുകൊണ്ട് തന്നെ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നു. നേരത്തെ തന്നെ വിട്ടുനിൽക്കാൻ ഉള്ള താല്പര്യം പ്രകടിപ്പിച്ചായിട്ടുള്ള സൂചനകൾ നമുക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മത്സരിക്കാനുള്ള സാധ്യത മങ്ങുകയാണ്. ഈ കോൺഗ്രസിൽ ഇക്കാര്യത്തിലൊരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത്ര നേരം കഴിഞ്ഞിട്ടും ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ അണികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമേഠിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രാഹുൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ 2 പേർക്കും, രാഹുലിനും പ്രിയങ്കയ്ക്കും മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതിന് രാഹുലിൻ്റെതായ ന്യായങ്ങളുണ്ട്. ഒന്ന്, അമേഠിയും റായ്ബറേലിയും വിജയിച്ചു കഴിയുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ രാഷ്ട്രീയത്തിൽ എന്നുള്ള കാര്യം വരും. അപ്പോൾ കുടുംബാധിപത്യം എന്നുള്ള മോദിയുടെ അടക്കമുള്ള വാദത്തിന് ശക്തി പകരുന്ന ഒരു കാര്യം ഉണ്ടാകും. അത് ആഗ്രഹിക്കുന്നില്ല. 2, അമേഠിയിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്താൽ വയനാട് വിടേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം രാഹുൽ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്ന്, ഈ അമേഠിയിൽ കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട അമേഠിയിലേക്ക് കുറേ ആയിട്ട് രാഹുൽ പോകാറില്ല. അപ്പോൾ ഇനി അവിടെ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ, സ്മൃതി ഇറാനിയാണെങ്കിൽ അവിടെ സജീവമാണ് താനും, ഇനിയും അവിടെ മത്സരിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ അത് വലിയ നാണക്കേടാകുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ രാഹുൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് അഖിലേഷ് യാദവാണ്. അഖിലേഷ് യാദവ് തന്നെ സ്വയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായ ഒരു സാഹചര്യമുണ്ട്. അവിടെ കോൺഗ്രസിന് 80-ൽ 17 സീറ്റാണ് SP നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നോടൊപ്പം തന്നെ രാഹുലും കൈകോർത്ത് അവിടെ ഉണ്ടാകണമെന്നൊരു ആഗ്രഹം അഖിലേഷ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ അവിടെ അഖിലേഷ് യാദവ് നയിക്കുന്നു എന്നുള്ള സാഹചര്യം. ഇപ്പോൾ യോഗി ആദിത്യനാഥ് 38 റാലി നടത്തി, മോദി ആകട്ടെ 7 റാലി നടത്തി. ഇപ്പോൾ അഖിലേഷാണ് അവിടെയുള്ള പരിപാടികൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ രാഹുൽ കൂടി വന്നാൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ ഒരു ശക്തിയുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ, അവിടുത്തെ അണികൾക്ക് തോന്നുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ രാഹുൽ വരണമെന്ന് ആവർത്തിച്ച് അഖിലേഷ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനുള്ള മറുപുറം എന്താണെന്ന് വെച്ചാൽ, ഉത്തരേന്ത്യയിൽ നെഹ്റു കുടുംബം
ആ, വരാൻ ഭയക്കുന്നു എന്ന പ്രചാരണം ശക്തമാകും രാഹുൽ അമേഠി വിടുകയാണെങ്കിൽ. അത് ഇപ്പോൾ മോദിയും അമിത്ഷായൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ നിന്നും ഭയന്നോടി കേരളത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ആ വാദം ഒന്നുകൂടി ശക്തിപ്പെടുമെന്നുള്ളതാണ്. ഈ 67 രൂപീകൃതമായതിനു ശേഷം അമേഠിയിൽ 2 തവണ മാത്രമേ കോൺഗ്രസ് പരാജയപ്പെട്ടുള്ളൂ. ഒന്ന് 77-ലും രണ്ടാമത്തെ 2019-ലുമാണ്. 70% വരെ വോട്ട് കോൺഗ്രസിന് കിട്ടിയിരുന്ന മണ്ഡലമാണ്. അതങ്ങനെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. കഴിഞ്ഞ തവണ അറിയാമല്ലോ, 55,000 വോട്ടിനാണ് സ്മൃതി ഇറാനി ജയിച്ചത്. ഇപ്പോഴും സ്മൃതി ഇറാനി വെല്ലുവിളിക്കുന്നുണ്ട്, ഇവിടെ വന്ന് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ ഒരു ധൈര്യമില്ലാത്തതിന് കാരണം അമേഠിയിലേക്ക് രാഹുൽ കുറേ ആയിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി നിൽക്കുന്നു. ഇതിനിടയ്ക്ക് അഖിലേഷ് യാദവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യു പിയിൽ BJP തോറ്റാൽ കേന്ദ്രത്തിൽ നിന്ന് തന്നെ BJPയെ തൂത്തെറിയാനാകും എന്നുള്ളതാണ്. 2014 മോദി 2 മത്സരിച്ചിട്ടുണ്ട്. വാരണാസിയിലും മത്സരിച്ചു, വഡോദരയിലും. പക്ഷേ വാരണാസി അദ്ദേഹം നിലനിർത്തുകയായിരുന്നു. കാരണം യു പിയിൽ തുടരേണ്ടതുണ്ട്, ദേശീയ പ്രാധാന്യമുള്ള മണ്ഡലം എന്ന നിലയ്ക്ക് യു പിയിൽ തുടരേണ്ടതുണ്ട് എന്നുള്ള ബോധ്യമാണ്. അന്ന് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചിരുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എത്തുന്നതും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടുകൂടിയാണ്. അപ്പോൾ യു പിയിൽ മത്സരിക്കുക, യു പിയിൽ ജയിക്കുക എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ അത്യന്തം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ രാഹുൽ റായ്ബറേലിയിലെങ്കിലും മത്സരിച്ചേക്കും. അങ്ങനെ മത്സരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. അമേഠി ഏതായാലും വിടുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല എങ്കിൽ കൂടി ഏതായാലും നാളേക്കകം അതിന്മേലൊരു തീരുമാനം നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എം വി നികേഷ് കുമാർ. 24 മണിക്കൂർ മുതൽ 30 മണിക്കൂർ വരെയുള്ള സമയത്തിനുള്ളിൽ കോൺഗ്രസ് തീരുമാനം പ്രഖ്യാപിക്കും എന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ മെയ് 20-ാം തീയതിയാണ് അമേഠിയിലും റായ്ബറേലിയിലും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. മെയ് 3, അതായത് ഇനി വെറും 2 ദിവസം മാത്രമാണ്, 2 പ്രവൃത്തി ദിവസം മാത്രമാണ് നോമിനേഷൻ സമർപ്പിക്കാനുള്ളത്. അപ്പോൾ നാളെ തന്നെ അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്, മറ്റന്നാൾ നോമിനേഷൻ സമർപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഉത്തർപ്രദേശിൽ ഇപ്പോൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സഖ്യം ചേർന്ന നിലയ്ക്ക് അവിടെ വലിയ പ്രതീക്ഷ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്കിനുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാദവ് മുസ്ലിം വോട്ടുകളിൽ മാത്രമായിരുന്നു പ്രതീക്ഷ അർപ്പിച്ചിരുന്നതെങ്കിൽ ഇത്തവണ കോൺഗ്രസിനെ കൂടി ഒപ്പം ചേർത്തുകൊണ്ട് പിച്ഛട ദളിത് അല്പസംഖ്യക് എന്ന് പറയുന്ന ഒരു വിശാല വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് ഒരു പരിധിവരെ RLDയും നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും RLD അവസാന ഘട്ടത്തിൽ മാറിയെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എങ്കിൽ പോലും വെസ്റ്റേൺ യു പിയിലൊക്കെ തന്നെയും ഈ കർഷക സമരം സൃഷ്ടിച്ചിട്ടുള്ള പ്രതിപക്ഷത്തിനോടുള്ള, പ്രത്യേകിച്ച് ഇന്ത്യ ബ്ലോക്കിനോടുള്ള ഒരു അനുകമ്പ, ഒരു സഹതാപം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ നമ്മൾ ഇതുവരെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള, ഇപ്പോൾ വെസ്റ്റേൺ യു പിയിലൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് വലിയ നിലയിൽ ഹിന്ദു വോട്ടുകൾ പോളിംഗ് ബൂത്തിൽ എത്താൻ വിസമ്മതിക്കുകയും, എന്ന് വെച്ചാൽ പോളിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞത് BJPയെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, അങ്ങനെ ഹിന്ദി ബെൽറ്റിലൊക്കെ തന്നെയും ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. ഇവിടെ ഉത്തർപ്രദേശിലും ന്യൂനപക്ഷങ്ങൾ കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്കിനെ, സമാജ്വാദി പാർട്ടിയെ, കോൺഗ്രസിനെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ രാഹുൽ ഗാന്ധിയിലേക്ക് വന്നാലുള്ള ഏറ്റവും പ്രധാനം, എന്തുകൊണ്ടാണ് ഇത്തവണ പല കാര്യങ്ങളും സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വയനാട് തെരഞ്ഞെടുപ്പിനായി രാഹുൽ ഗാന്ധി ഒരു തവണ മാത്രമാണ് വന്നത്. ആ ഒരു തവണ വരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കൊടി കീശയിലിട്ടുകൊണ്ടാണ് വന്നത്. എന്ന് വെച്ചാൽ അതൊരു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് വാർത്തയായി ചിലപ്പോൾ സാധാരണഗതിയിൽ ആളുകളുടെ മുമ്പിലേക്ക് എത്തുമായിരിക്കും, പക്ഷേ അതൊരു വലിയ വിവാദ വാർത്തയായി വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഇവിടെ അമേഠിയെയും റായ്ബറേലിയെയും സംബന്ധിച്ചിടത്തോളം സമാനമായ സ്ഥിതിവിശേഷം കോൺഗ്രസ് നേരിടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെതിരെയാണ് നരേന്ദ്രമോദി തുടർച്ചയായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 പേര് പാർലമെൻറ്റിൽ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന് പറയുമ്പോൾ വീണ്ടും ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ വലിയ വാർത്തയാക്കിയും വലിയ വിവാദമാക്കിയും കൊണ്ടുവരാൻ നരേന്ദ്രമോദി ശ്രമിച്ചേക്കും. അതുകൊണ്ട് റായ്ബറേലിയിലെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അമേഠിയിൽ വീണ്ടും മത്സരിക്കുന്നു എന്ന ഇക്വേഷൻ നേരത്തെ മുതൽ രാഹുൽ ഗാന്ധിക്ക് എതിർപ്പായിരുന്നു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ആദ്യം മത്സരിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റായ്ബറേലിയിലും മത്സരിക്കേണ്ടതില്ല, ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസി മതി എന്നുള്ള നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. പക്ഷേ അത് പോരാ. നിലവിലെ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലെ ഇന്ത്യ ബ്ലോക്കിനെ ഉത്തേജിപ്പിക്കാൻ നമുക്കറിയാവുന്നതുപോലെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നതല്ല.
പക്ഷേ ഒരു ഘട്ടം വന്നപ്പോഴേക്കും അഖിലേഷ് യാദവ് ചാടി മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. എന്ന് വെച്ചാൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു മെഷീനറിയെ ഒന്ന് പിടിച്ചു കുലുക്കാൻ അഖിലേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ആവശ്യമായിരുന്നു എന്നുള്ളതുകൊണ്ട്. എന്നതുപോലെ തന്നെ ഇപ്പോൾ 17 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. കോൺഗ്രസ് കേഡറിനെ ഒന്ന് പിടിച്ചു കുലുക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഇരുന്നാൽ പറ്റില്ല, കേരളത്തിലെ വയനാട്ടിൽ മത്സരിച്ചാൽ പറ്റില്ല. അവർക്ക് അവിടെ ഒരു ഉത്തേജനം ഉണ്ടാകണമെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രണ്ടുപേരും മത്സര രംഗത്തുണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് ആവർത്തിച്ച്, പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ തന്നെയും എൻറ്റയർ കോൺഗ്രസ് മെഷീനറി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രചരണം BJP വീണ്ടും അഴിച്ചുവിടുമോ എന്നുള്ള ആശങ്ക ഒന്ന്. രണ്ട്, ഒരു കുടുംബത്തിലെ 3 പേര് പാർലമെൻറ്റിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ അവരുടെ തന്നെ അക്കാര്യത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ബോധം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സമയമെടുപ്പിക്കുന്നത് എന്നാണ് കരുതേണ്ടത്. ഏതായാലും പിച്ച്ഡ ദളിത് അല്പസംഖ്യക് എന്ന് പറയുന്ന ഒരു വിശാലമായ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഈ ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ 80 സീറ്റുകളാണ്. ഈ 80 സീറ്റുകളിലെ വിജയം എന്ന് പറയുന്നത്, അതിൽ ചലനമുണ്ടാക്കുക എന്ന് പറയുന്നത് ഇത്തരം വിവാദങ്ങൾ കണ്ടും അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് ആശങ്കപ്പെട്ട് പിന്നോക്കം പോകേണ്ട കാര്യമല്ല. അവിടെ നേരത്തെ 15 സീറ്റുകളിലാണ് SP-ക്കും BSP-ക്കും സീറ്റുകൾ ഉണ്ടായിരുന്നത്. അതൊരു 25-30 ആക്കാൻ കഴിയുകയാണ് എങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP-യെ എത്തിക്കാതെ കഴിയും എന്നുള്ളതാണ്. അതിനുള്ള സൂചനകളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അജിത് പവാർ പക്ഷത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നു ഉദ്ധവിനും പവാറിനും, ശരത് പവാറിനും അനുകൂലമായിട്ടുള്ള സഹതാപ തരംഗം അവിടെ ഉണ്ട് എന്ന്. ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വലിയ ആശങ്ക പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തേജസ്വി യാദവിന് അനുകൂലമായിട്ടുള്ള വികാരം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. ദക്ഷിണേന്ത്യയിൽ നമ്മൾ കർണാടകത്തിലെ കാര്യം ഇന്നലെ ചർച്ച ചെയ്തു. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കൊണ്ടിരുന്ന കർണാടകത്തിൽ വലിയ തിരിച്ചടിയിലേക്കാണോ BJP JDS സഖ്യം പോകുന്നത് എന്നുള്ള സംശയമുണ്ടായി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇപ്പം രാജസ്ഥാനിൽ തന്നെയും ഈ കർഷക സമരത്തിൻ്റെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് അവലോകനങ്ങൾ വരുന്നു. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷം എന്നുള്ളത് ഇപ്പോഴൊരു പ്രശ്നമാണ്. അത് ഓരോ ദിവസവും അതിനാക്കം കൂട്ടുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത വിഷയമുണ്ടല്ലോ, അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ അബ് കി ബാർ 400 പാർ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ള BJP ഇപ്പോൾ ആ മുദ്രാവാക്യം ഉയർത്തുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ സംബന്ധിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നാൽ 5 വർഷം കൊണ്ട് 5 പ്രധാനമന്ത്രി എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ, അതായത് BJP-യുടെ ഏറ്റവും വലിയ പ്രചാരകനായ നരേന്ദ്രമോദി തന്നെ പറയുന്നു എന്ന് പറയുമ്പോൾ അത്തരം സാഹചര്യത്തിലേക്ക് BJP പോലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്നാണ്. ബാക്കി പ്രചരണങ്ങളെയൊക്കെ നേരിടുക എന്ന് പറയുന്ന വളരെ ചെറിയ വിഷയത്തിലേക്ക് ഒതുങ്ങരുത് എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ മെഷീനറിയും പൂർണ്ണമായ ആവേശത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രമാണ് ലക്ഷ്യം നേടാനാവുക. സുജയ, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിച്ച് കോൺഗ്രസിന്റെ കരുത്ത് കാട്ടണം. അതിന് അമേഠിയും റായ്ബറേലിയും വിട്ടുകൊടുക്കുന്നതോ അവിടെ നിന്ന് ഒളിച്ചോടുന്നതോ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത്രയും സമയം എടുക്കാൻ തന്നെ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം കോൺഗ്രസ് ഇപ്പോൾ അട്ടർ കൺഫ്യൂഷനിലാണ് എന്നുള്ളത് ഉത്തർപ്രദേശിലെ എൻറ്റയർ കോൺഗ്രസ് മെഷീനറിയിലേക്ക് ആ സന്ദേശം പോവുകയാണ്. അതുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ അവിടെ അവരുടെ ആസ്ഥാനത്തിന് മുന്നിലിരുന്ന് പ്രതിഷേധം നടത്തുകയും നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാക്കിയതാണ്. ഇവിടെ 5ാം ഘട്ടമായ മെയ് 20-ാം തീയതിയാണ് അമേഠിയും റായ്ബറേലിയും അടക്കമുള്ള സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ സമർപ്പിക്കണം. അപ്പോൾ നാളെയും മറ്റന്നാളുമായി മറ്റു പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇതിനകം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും കോൺഗ്രസ് നേതൃത്വത്തിനും ഒരു സന്ദേശം കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് അമേഠിയിൽ എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നതിന് നമ്മുടെ മുന്നിൽ ഒരു ഉത്തരമുണ്ടായിരുന്നു. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാണ് എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും വൈകുന്നതിന് പിന്നിൽ ഒറ്റ വാചകമേ അതിന് പറയാൻ കഴിയുള്ളൂ: കോൺഗ്രസ് ഈസ് ഇൻ കൺഫ്യൂഷൻ. സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അമേഠി തിരിച്ചുപിടിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്ന് മനസ്സിലാകാത്ത ആളുകളല്ല കോൺഗ്രസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 ലക്ഷം പോലും തികച്ച് ഭൂരിപക്ഷമില്ലാത്ത സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ അമേഠിയിലേക്ക് ആദ്യം തന്നെ പോകാമായിരുന്നു രാഹുൽ ഗാന്ധിക്ക്. എൻ്റെ അഭിപ്രായത്തിൽ വയനാട്ടിലായിരുന്നില്ല രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത്. സിംഗിൾ ആ ലോൺ ഫൈറ്റ് എന്ന് പറയുന്നത്
അമേഠിയിൽ കാഴ്ചവെക്കുകയും അവിടെ അമേഠിയിൽ ജയിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ തന്നെ രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചേനെയും ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ. പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി സേഫ് ആയിട്ടുള്ള ഒരു സോണാണ് തെരഞ്ഞെടുത്തത്. വയനാട്ടിൽ വന്ന് മത്സരിച്ചു, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അമേഠി ഓർ റായ്ബറേലി, ആ ക്വസ്റ്റ്യൻ മുന്നിലുള്ളപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിക്കുമ്പോൾ സ്മൃതി ഇറാനിയോട് ചോദിച്ചു രാഹുൽ ഗാന്ധിയാണോ അതോ പ്രിയങ്ക ഗാന്ധിയാണോ എതിരാളി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എനിക്കെതിരെ ആര് വന്നാലും തോൽക്കും, എനിക്കതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് പോലും രാഹുൽ ഗാന്ധി CEC തീരുമാനിക്കട്ടെ എന്നാണ്. 27-ാം തീയതി CEC ചേർന്നു, എന്നിട്ടും തീരുമാനമാകാത്തത് ഇവരുടെ രണ്ടുപേരുടെയും വായിൽ നിന്ന് ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന ഒരു മറുപടി കിട്ടാത്തത് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ് ഇപ്പോൾ അമേഠിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. 1.85 ലക്ഷം യാദവ വോട്ടുകൾ അവിടെയുണ്ട്. അപ്പോൾ അവിടെ സമാജ്വാദി പാർട്ടി എന്നല്ല ഇന്ത്യ ബ്ലോക്ക് എൻറ്റയർ വന്നു കഴിഞ്ഞാലും ഈ യാദവ വോട്ടുകൾ എന്ന് പറയുന്ന SP-യുടെ വോട്ട് ബാങ്ക് അത് പിടിച്ചു നിർത്താൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്മൃതി ഇറാനിക്ക് അവിടെ ഒരു വെല്ലുവിളിയില്ല എന്നുള്ള യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി തിരിച്ചറിയുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അമേഠിയിൽ കുറി മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സമാജ്വാദി പാർട്ടിയെക്കാളും ആ വോട്ട് ബാങ്കിൽ ഇപ്പോൾ മോഹൻ യാദവ് വഴി BJPക്ക് ഒരു എഡ്ജ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ കറന്റ് സെനാരിയോ. പിന്നെ BSP ഇത്തവണയും മത്സരിപ്പിക്കുന്നത് രവി പ്രകാശ് മൗര്യയാണ്. രവി പ്രകാശ് മൗര്യയെ നിർത്തിയാണ് കഴിഞ്ഞ തവണ OBC വോട്ടുകൾ ഭിന്നിപ്പിച്ചത്. അപ്പോൾ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് തോൽവി നേരിട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകവും അതുതന്നെയായിരുന്നു. ജയറാം രമേശ് പറയുന്നത് പോലെ 30 മണിക്കൂർ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ചും പ്രഖ്യാപിക്കാൻ പോകുന്ന 2 സ്ഥാനാർത്ഥികളും ഈ മണ്ഡലത്തിലേക്ക് നാച്ചുറലായി സെലക്ട് ചെയ്ത് വരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവരാണ് ഫസ്റ്റ് ചോയ്സ്. അവർ കഴിഞ്ഞിട്ടേ മറ്റൊരാളെക്കുറിച്ച് പാർട്ടി ചിന്തിക്കുന്നത് പോലുമുള്ളൂ. കുടുംബാധിപത്യം ഇല്ല എന്നൊക്കെ എത്ര പറഞ്ഞാലും അത് കുടുംബത്തിൻ്റെ സീറ്റാണ്, കുടുംബമായി ഇങ്ങനെ കൈമാറി വരുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. അതിൽ കൂടുതൽ വളച്ചൊടിക്കലിൻ്റെ ആവശ്യമില്ല. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി മത്സരിക്കൂ എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ മൗനം എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അഥവാ അമേഠിയിൽ മത്സരിച്ച് ജയിച്ച് വയനാട് ഉപേക്ഷിക്കാനാണോ രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ എന്ന് നമുക്കറിയില്ല. അമേഠിയിൽ വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യവുമാണ്. പിന്നെ പ്രിയങ്ക ഗാന്ധിയുമായി അടുപ്പമുള്ള സോഴ്സസ് പറയുന്നത് റായ്ബറേലിയിലെ MLA ആയിട്ടുള്ള അദിതി സിംഗ് സ്ഥാനാർത്ഥിയാകട്ടെ എന്ന ഒരു നിർദ്ദേശം പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ചു എന്നാണ്. അപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് താല്പര്യമില്ല. സിബ്ലിംഗ്സ് രണ്ടുപേരും കൂടി മത്സരിക്കേണ്ട എന്ന നിലപാട് രാഹുൽ ഗാന്ധി എടുക്കുന്നു. അപ്പോൾ പ്രിയങ്കയും രാഹുലും ഈ 2 മണ്ഡലത്തിലും മത്സരിച്ചില്ലെങ്കിൽ അദിതി സിംഗും മറ്റൊരാളും 2 മണ്ഡലത്തിലായി മത്സരിക്കുക എന്ന ഒരു ചോയ്സിലേക്ക് എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് തുടക്കമിടുന്ന ആദ്യത്തെ ചൂടുവെപ്പായിരിക്കും UPയിൽ ഇക്കുറി എന്നുള്ളതാണ്. കാരണം 2004 മുതൽ 2019 വരെ അമേഠിയിൽ MP ആയിരുന്ന രാഹുൽ ഗാന്ധിക്ക് ഒറ്റ തോൽവി കൊണ്ട് തന്നെ ഇത്രയും പേടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ പേടിയെ ന്യായീകരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറുന്നു. 2004 മുതൽ 24 വരെ അവരുടെ സീറ്റായിരുന്നു റായ്ബറേലി. ഇപ്പോൾ ഇതിൽ സമാനമായ ഒരു സാഹചര്യം, ഒരു കോണ്ടെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 77-ല് സഞ്ജയ് ഗാന്ധി രവീന്ദ്ര പ്രതാപ് സിംഗ്, ജനതാ പാർട്ടിയുടെ രവീന്ദ്ര പ്രതാപ് സിംഗിനോട് തോറ്റതിനോട് സമാനമായ ഒരു തോൽവിയാണ് സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2019-ൽ ഏറ്റുവാങ്ങിയത്. അപ്പോൾ തോറ്റു പിന്മാറുകയല്ല, വീണ്ടും ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ രാഹുൽ ഗാന്ധി നല്ല ഒരു രാഷ്ട്രീയക്കാരനല്ല, രാഹുൽ ഗാന്ധിക്ക് നല്ല പേടിയുണ്ട്. ഈ 2 കാര്യങ്ങളും അവിടെ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ധൈര്യം കാണിക്കണം. ധൈര്യത്തോടെ മത്സരിച്ച് തോറ്റെങ്കിൽ തോൽക്കട്ടെ. എല്ലാവരും എല്ലാ മത്സരവും ജയിച്ചല്ലോ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് ധൈര്യമില്ല എന്ന് പറയുമ്പോൾ അത് BJPയുടെ ചുമലിൽ കൊണ്ടുപോയി ഇട്ടിട്ട് കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കുടുംബാധിപത്യം എന്ന് അവർ കളിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതിപ്പോൾ മത്സരിക്കാതിരുന്നു എന്നതുകൊണ്ട് ഇത്രയും നാളും ഏറ്റുവാങ്ങിയ കളിയാക്കൽ ഇല്ലാതിരിക്കില്ലല്ലോ. കുടുംബാധിപത്യം നടക്കുന്നുണ്ടല്ലോ പാർട്ടിയിൽ. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആണെങ്കിലും തീരുമാനമെടുക്കുന്നത് ആരാണ്? മല്ലികാർജ്ജുൻ ഖർഗെക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. രാഹുൽ ഗാന്ധിയുടെ സമ്മതം ചോദിക്കണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമ്മതം മൂളിയാൽ അത് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി മാത്രമായി മല്ലികാർജ്ജുൻ ഖർഗെ ഇവിടെ ചുരുങ്ങുന്നുമുണ്ട്. എന്തായാലും ലാസ്റ്റ് ഡിച്ച് ഒരു അറ്റംപ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കുക, പ്രിയങ്ക മത്സരിക്കാതിരിക്കുക എന്ന ഓപ്ഷനിലേക്ക് പോകുമോ എന്നുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും 3-ാം തീയതി നോമിനേഷൻ സമർപ്പിക്കേണ്ട 3-ാം തീയതി പുനെയിലാണ് രാഹുൽ ഗാന്ധിയുടെ റാലി നിശ്ചയിച്ചിരിക്കുന്നത്. കർണാടകയിൽ ശിവമോഗയിലും റായ്പൂരിലുമായി 2 പരിപാടികൾ നാളെയും നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി വരുമോ? അങ്ങനെയുള്ള ഒരു ലാസ്റ്റ് ഹറിയാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയില്ല. എന്തായാലും നെഹ്റു ഗാന്ധി കുടുംബം അതിൻ്റെ ഒരു അഭാവം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും UPയിൽ ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയാകുന്ന, മത്സരിക്കുന്ന, ജയിക്കുന്ന പതിവ് അത് ഇക്കുറി UPയിൽ തെറ്റുകയാണെങ്കിൽ ഇനി UPയിലേക്കെന്നല്ല ഇന്ത്യയിലേക്ക് തന്നെ നോക്കേണ്ടതില്ല. ഇന്ത്യ ഭരിക്കാൻ തന്നെ
നോക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും വയനാട്ടിലേക്ക് വല്ലപ്പോഴും ടൂറിസ്റ്റ് ആയിട്ടെങ്കിലും വരുന്നുണ്ട് രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP ആയിരിക്കുമ്പോൾ. ഇനി അമേഠിയിൽ തോറ്റു കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല എന്നാണ് കേട്ടത്. അപ്പോൾ പൂർണ്ണമായും വിട്ടുകൊടുത്ത് അങ്ങ് ഓടാനാണ് പ്ലാനെങ്കിൽ പിന്നെ അതിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും ഒരു കൺഫ്യൂഷൻ കോൺഗ്രസിനുണ്ട് എന്ന ക്ലാരിറ്റി ഇവിടെയുണ്ട്. രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുക എന്നതാണ്, നല്ലൊരു മത്സരം കാഴ്ചവെക്കുക എന്നതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ശരി, എനിക്കൊരു കാര്യം പറയാം. ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കുടുംബം സ്ഥിരമായി വെക്കുന്ന 2 മണ്ഡലങ്ങൾ എന്നാൽ പേരങ്ങ് ഒഴിവാക്കുക എന്നൊരു ഉദ്ദേശത്തിൽ കൂടി വരുമെന്നും ഒരു തരത്തിൽ നല്ലതല്ലേ? അവിടെ നിന്ന് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് സാധ്യതകളുണ്ടെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് ആ സാധ്യത പ്രയോജനപ്പെടുത്തുക. അല്ല അങ്ങനെയല്ല. ഇപ്പം ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ സുജയ പറഞ്ഞത് കോൺഗ്രസ് ഒരു അട്ടർ കൺഫ്യൂഷനിലാണ് എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചാൽ വീണ്ടും കുടുംബാധിപത്യം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മോഡിക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം ഉണ്ടാക്കരുത്, അത് ഗുണകരമാകില്ല എന്ന ക്ലാരിറ്റിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളത്, കൺഫ്യൂഷൻ അല്ല ഉള്ളത്. എന്നാൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? അപ്പോൾ ആ 2 മുഖങ്ങൾ ഈ ഉത്തർപ്രദേശിലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ സംസ്ഥാനത്ത് അവർ മത്സരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന, നേരത്തെ നികേഷ് സൂചിപ്പിച്ച വാക്ക് തന്നെ, അത് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഉത്തേജനമുണ്ട്. ആ ഉത്തേജനം എന്ന് പറയുന്നതിനെ എൻകാഷ് ചെയ്യാൻ പറ്റുമോ, അത് വോട്ടാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. മറുവശത്ത് വളരെ ക്ലാരിറ്റി ഉണ്ട് ഈ കാര്യത്തിനകത്ത്. നമ്മളിങ്ങനെ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്ത പാർട്ടി ആരാണ്? കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് മാത്രവുമല്ല, മറ്റ് സഖ്യകക്ഷികൾക്ക് ധാരാളമായി സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഏറ്റവും കുറച്ച്, അവർക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ പോലും വളരെ കുറച്ച് സീറ്റുകളിൽ മത്സരിക്കുകയും എന്നാൽ രാജ്യവ്യാപകമായി കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒട്ടേറെ വിട്ടുവീഴ്ചകൾ ഈ മുന്നണിക്ക് വേണ്ടി, ഇന്ത്യ സഖ്യത്തിന് വേണ്ടി, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന് ഒരുപാട് വിട്ടുവീഴ്ചകൾ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നറിയാമോ? അല്ല, ആയിക്കോട്ടെ, എത്ര സ്ഥാനാർത്ഥികളെ കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സ്ഥാനാർത്ഥികളെ ഇതിനകം കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ ഇൻഡോറിലും സൂററ്റിലും സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇലക്ഷൻ മെക്കാനിസം പോലും കൊണ്ടു നടക്കാൻ കഴിയാത്ത കോൺഗ്രസിനെ കുറിച്ചാണ് ഉണ്ണിസാർ പറയുന്നത് എന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഇലക്ഷൻ മെക്കാനിസം അറിയില്ല, മാത്രമല്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ കാൻഡിഡേറ്റ് ആരാണ്, നീ ആകുമോ, ഞാനാകണോ, അതോ അവനെ ആക്കണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് എവിടെയാണ് സർ ക്ലാരിറ്റി? ശരി. അപ്പോൾ ഈ ഇലക്ഷൻ മെക്കാനിസം എന്നുള്ളതാണ് കറക്റ്റ് വാക്ക്. ആ മെക്കാനിസം സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ BJPക്ക് മാത്രമേ അറിയൂ. എന്താണ് ഇലക്ഷൻ മെക്കാനിസം എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്? 543 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ 2 മണ്ഡലങ്ങൾ ഓൾറെഡി കൈക്കലാക്കി കഴിഞ്ഞു. എങ്ങനെയാണ് കൈക്കലാക്കിയിരിക്കുന്നത്? ആ കൈക്കലാക്കിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ പിൻവലിച്ചുകൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടുമാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 10-30 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ ഇല്ലാതാക്കി കളഞ്ഞു. അതൊരു ഇലക്ഷൻ മെക്കാനിസമാണ്. ആ ഇലക്ഷൻ മെക്കാനിസം ഇല്ലാതാക്കിയത് കോൺഗ്രസ് ആണ് സാർ. പിന്തുണയ്ക്കുന്നവരെ പോലും നട്ടലുള്ളവരെ കൊണ്ട് പിന്തുണപ്പിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിൻവാങ്ങി ഓടിക്കളയും. ആ ഓടിക്കളയിലാണ് നടക്കുന്നത്. ഇപ്പോൾ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാത്തതും അത് തന്നെയാണ്. പറയട്ടെ. അപ്പോൾ ഈ പറയുന്ന ഇലക്ഷൻ മെക്കാനിസം ഉള്ളൂ. ഈ ഇലക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് BJPക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്ന് 12 മാസം കഴിയുമ്പോഴത്തേക്കും മാധവറാവ് സിന്ധ്യൻ്റെ മകൻ ജ്യോതിരാജ് സിന്ധ്യയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ സർക്കാരിനെ അട്ടിമറിക്കുന്നു. 2018 യഥാർത്ഥത്തിൽ ആദ്യം കർണാടകത്തിൽ അധികാരത്തിൽ വന്നത് കോൺഗ്രസ് JDS സഖ്യമാണ്. അവിടെ JDSനെ അട്ടിമറിക്കുന്നു, അധികാരത്തിൽ വരുന്നു. ഈ നിലയ്ക്ക് ഓരോ സംസ്ഥാനങ്ങളിലെയും ജനവിധി എന്താണോ, ജനഹിതം എന്താണോ, ആ ജനഹിതത്തെ ഒട്ടും തന്നെ മാനിക്കാതെ മഹാരാഷ്ട്രയിൽ രാവിലെ 4 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഗവർണറുടെ രാജ്ഭവൻ ഉണർന്നിരുന്ന് 4 മണിക്ക് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും യഥാർത്ഥ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം കൈക്കലാക്കുന്ന ഈ സുജയ പറഞ്ഞ ഈ ഇലക്ഷൻ മെക്കാനിസം ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത പാർട്ടിയാണ് BJP. ഒരു സംശയവും വേണ്ട. ഇൻഡോറിലും സൂററ്റിലും നമ്മൾ ഇന്ത്യ ലജ്ജിക്കേണ്ട കാര്യമാണ് കണ്ടത്. അതിനകത്ത് കോൺഗ്രസിൻ്റെ റോളില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. കോൺഗ്രസിന് ഈ കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ വളരെ വലുതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇത്രയും വലിയൊരു എന്താ പറയുക, ഇന്ത്യൻ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം പിന്നോട്ടടിക്കുന്ന ശക്തികൾക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഈ രാജ്യത്ത് രൂപപ്പെടുത്തുന്നതിൽ വലിയ റോള് വഹിച്ചിട്ടുണ്ട് കോൺഗ്രസ് എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. അക്കാര്യത്തിൽ കോൺഗ്രസിനോട് എനിക്ക് വിമർശനവുമുണ്ട്. ഇൻഡോറിലെയും സൂററ്റിലെയും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ അടക്കമുള്ള വിഷയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന
കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, ബ്രിഡ്ഭൂഷൺ ശരൺ സിംഗിനെ പോലുള്ള ആൾ ഇപ്പോഴും ആ പാർട്ടിയിൽ BJP-യിൽ തുടരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു വലിയ വികാരമുണ്ടായിട്ടുണ്ട്. ആ വികാരത്തെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാനും ആ വികാരം എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കാനും നല്ലൊരു മുന്നണി സംവിധാനം രൂപപ്പെട്ട് വരേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുന്നണി സംവിധാനം രൂപപ്പെട്ട് വന്നിട്ടുമുണ്ട്. ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ രംഗത്തിറങ്ങി ഫൈറ്റ് ചെയ്യണം. ഇപ്പം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ വിജയിക്കട്ടെ തോൽക്കട്ടെ, പക്ഷെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആശയത്തെയാണ്. ആ റെപ്രസെൻ്റ് ചെയ്യുന്ന ആശയത്തെ അവതരിപ്പിക്കണം. അതിന് ഞാൻ മുന്നിട്ടിറങ്ങണമെങ്കിൽ ഞാൻ മുന്നിട്ടിറങ്ങണം, മത്സരിക്കണം. തോൽവിയോ വിജയമോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രംഗപ്രവേശം ചെയ്യുന്നത് വഴി ഉത്തർപ്രദേശിൽ മാത്രമല്ല കേട്ടോ, രാജ്യത്തുടനീളം ഒരു ഉത്തേജനം അത് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഒന്നാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതിലൂടെ കേരളത്തിലും ദക്ഷിണേന്ത്യയിലാകെ തന്നെയും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചു. എങ്കിൽ മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലേക്കും പോകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും റായ്ബറേലിയിലും അമേഠിയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഫില്ല് ചെയ്യേണ്ടതാണ് എന്ന സംശയമൊന്നുമില്ല. ജനങ്ങൾ തനിയെ വന്ന് വോട്ട് ചെയ്തോളുമെന്നൊന്നും കരുതാനാകില്ല. അതിനാവശ്യമായിട്ടുള്ള ഇലക്ഷൻ്റെ മെക്കാനിസം കോൺഗ്രസും ഉണ്ടാക്കിയേ തീരൂ എന്നുള്ളതാണ്. പിന്നെ ഈ കുടുംബാധിപത്യം എന്നുള്ള പ്രചരണം, ഇതൊക്കെ എന്ത് ഫേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ പെണ്ണുങ്ങളെ ആക്രമിച്ച് പോൺ വീഡിയോസ് ഉണ്ടാക്കുന്ന കുടുംബാധിപത്യത്തെ ഒക്കത്ത് വെച്ചിട്ടാണ് ഇവർ ഇന്ത്യക്ക് വേണ്ടി 2 രക്തസാക്ഷികളെ കൊടുത്ത കുടുംബത്തെ കുറ്റം പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഈ പറയുന്ന BJP-യുടെ ഒരു എപ്പോഴും ഉള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ആ ക്യാമ്പയിൻ്റെ ഭാഗമായി വരുന്നു എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. കാരണം കനൗജിൽ അഖിലേഷ് ഇപ്പോൾ കഴിഞ്ഞ തവണ കനൗജിൽ അദ്ദേഹത്തിൻ്റെ ഡിംപിൾ ഭാര്യ മത്സരിച്ച് തോറ്റ സീറ്റാണ്. അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 30+ ഉത്തർപ്രദേശിൽ നേടാനാകുന്നില്ല എങ്കിൽ ഇന്ത്യ നേടാനാകില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വെറും ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ യാദവ് വിഭാഗത്തിൻ്റെയോ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വിഭാഗമായിട്ടുള്ള ദളിത് വോട്ടുകളോ മാത്രമല്ല, ഇപ്രാവശ്യം താക്കൂർ വോട്ടുകൾ, അതുപോലെ തന്നെ കർഷക വോട്ടുകൾ, ആ നിലയിൽ വലിയ നിലയിലൊരു വോട്ട് വിഹിതം ഇന്ത്യ ബ്ലോക്കിന് സ്വാഭാവികമായി സ്വന്തമാക്കാൻ കഴിയുന്ന നരേന്ദ്രമോദി വേവ് ഒന്നുമുണ്ട് എന്ന് കരുതാനാകില്ല. നമ്മൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പ്രാണപ്രതിഷ്ഠയായിട്ട് നരേന്ദ്രമോദി വേവ് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് വിലയിരുത്തിയിരുന്നു. BJP-യും ആ നിലയിലായി. ഇപ്പോൾ നോക്കൂ, നരേന്ദ്രമോദി അടക്കമുള്ള BJP-യുടെ ഒരു പ്രചാരകനും യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാമക്ഷേത്ര നിർമ്മാണം ഉയർത്തിപ്പിടിക്കുന്നില്ല ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആ കാറ്റ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളുടെ മുമ്പിൽ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഈ പറയുന്ന അജണ്ട മാറ്റി വീണ്ടും ഒരു മുസ്ലിം ഹിന്ദു ബൈനറിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്നാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം സ്മൃതി ഒരു കാര്യം ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ 1 മിനിറ്റ് തന്നാൽ മതി. സുജയ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പം BSP-യെ പോലൊരു പാർട്ടി അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ട് സ്പ്ലിറ്ററായിട്ട് അവിടെ നിൽക്കും, ഒരു സ്പോയിലർ ആയിട്ട് അവിടെ BSP ഫംഗ്ഷൻ ചെയ്യും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളതിൽ അവസാനമുള്ളത് 2022 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആകെ കിട്ടിയത് ഒരൊറ്റ സീറ്റാണ്. BSP-ക്ക് ആകെ കിട്ടിയത് ഒരു സീറ്റാണ്. 2019 ശരിക്കും പറഞ്ഞാൽ മഹാഗഡ്ബന്ധൻ്റെ ഗുണം കിട്ടിയ പാർട്ടി ഏതാ? BSP ആയിരുന്നു. 10 സീറ്റാണ് BSP-ക്കുള്ളത്. നമുക്കറിയുന്നത് പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടാവും. അപ്പോൾ 70 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു 40 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും മേൽക്കൈ നേടാത്ത പക്ഷം 10 സീറ്റ് ലഭിക്കില്ല. 40 മണ്ഡലങ്ങളിൽ മേൽക്കൈ ഉണ്ടായിരുന്ന 2022 2019 BSP 2022 എത്രയാലും എത്തിയെന്നറിയാം? ഒരു നിയമസഭാ സീറ്റ്, ഒരു MLA 2 അവരുടെ വോട്ട് ശതമാനം വലിയ രീതിയിൽ കുറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്രാവശ്യം BSP ഈ പറയുന്ന ഒരു സ്പോയിലർ ആകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ BSP ഒരു സ്പോയിലറായിട്ടാണ് കളിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്ന ഒരു സെൻസിബിൾ വോട്ടിംഗ് അവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, രാഹുൽ അമേഠി വിടുന്നു എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.